ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകിയ ഈ സമയത്തിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിലയേറിയ വചനം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. കർത്താവെ, കേൾക്കുന്ന വചനങ്ങളെല്ലാം 30, 60, 100 മേനിയായ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അമ്മേ, മാതാവ്, ശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വചനഭാഗം ഹഗായി പ്രവാചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾ മച്ചുട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ഹഗായി പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ ഭവനം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ ഈ സമയം? നിങ്ങളുടെ സ്ഥിതികളെപ്പറ്റി ഒന്ന് ചിന്തിക്കുവിൻ. പ്രവാചകൻ ഈ ഒരു പ്രവചനം നടത്തുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനം ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയി. എന്നാൽ ദൈവത്തിൻ്റെ കരുണ അവർക്ക് ലഭിക്കുകയും 70 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ കോരേശ് രാജാവ്, പേർഷ്യൻ രാജാവ് ബാബിലോൺ പിടിച്ചടക്കിയതിന് ശേഷം ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയുടെ ഭാഗമായി ഇസ്രായേൽ തൻ്റെ നാട്ടിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ മനോഹരമായ ദേവാലയം പുനർനിർമ്മിക്കാനുള്ളതായ ആ പദ്ധതിയുടെ ഭാഗമായി അവർ ജെറുസലേമിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെ ജെറുസലേമിൽ എത്തിയിരിക്കുന്ന ഈ ജനം തങ്ങളുടെ ദൗത്യം മറക്കുന്നതായ ഒരു കാലയളവിലാണ് ഈ പ്രവചനം അവിടെ പ്രവചിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, BC 522 കാലയളവിലാണ് ഈ പ്രവചനം നടക്കുന്നത്. കൊരേശ് എന്ന് പറയുന്ന സൈറസ്, പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ അരുളപ്പാട് കോരേശ് എന്ന രാജാവിനുണ്ടായി. അദ്ദേഹം തൻ്റെ നാട്ടിലുള്ളതായ തൻ്റെ പ്രജകളായിരിക്കുന്ന യഹൂദന്മാരായ ആളുകളോട് പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, തൻ്റെ ദേവാലയം പുനർനിർമ്മിക്കുവാൻ തക്കവണ്ണം അവരെ മടക്കി അയക്കണമെന്ന് എന്ന ദൈവിക കൽപ്പന ലഭിച്ചതിന് ഭാഗമായി തൻ്റെ രാജ്യത്തുള്ളതായ ഇസ്രായേൽക്കാരെ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് കോരേശ് രാജാവ് അനുവാദം നൽകി. അങ്ങനെ അവർ ജെറുസലേമിലേക്ക് മടങ്ങി വന്നു. തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ എസ്രായുടെയും നെഹമ്യായുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു കൂട്ടം ആളുകൾ, ഈ ഇസ്രായേൽക്കാർക്ക് ശത്രുക്കളായിരിക്കുന്ന ആളുകൾ, ഈ ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞ് അതിനെതിരെ പ്രവർത്തിക്കുകയും ദേവാലയ പണി താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യവും രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടുന്ന അവസ്ഥയിൽ ജനം തങ്ങളുടെ ദൈവത്തിൻ്റെ മന്ദിരം നിർമ്മിക്കുന്നതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ സുഖസൗകര്യത്തിന് വേണ്ടി മനോഹരമായ ഭവനം നിർമ്മിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ 12-14 വർഷക്കാലം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ഭവനം, ദേവാലയം നിർമ്മിക്കുന്നതിന് പകരമായി തങ്ങളുടെ ഭവനം നിർമ്മിക്കുവാനും ഭവനങ്ങൾക്ക് മോടി കൂട്ടുവാനും ഇസ്രായേൽ ജനം ത്വര കാണിക്കുന്ന ഒരു കാലയളവിലാണ് ഹഗായി ഈ പ്രവചനം നടത്തുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ആത്മീയ ജീവിതത്തോടൊന്ന് ചേർത്ത് തുലനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുക. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ കാണുകയാണ്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം നാം മറ്റു പലതിനും കൊടുക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ച സംഭവിക്കുക. നമ്മളിവിടെ കാണുന്നുണ്ട്, ഹഗായി പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ അധ്വാനിക്കുന്നതിന് പകുതി മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങൾ എന്ത് കൊടുത്താൽ, എന്ത് ചെയ്താലും അതിലൊരു സംതൃപ്തി നിങ്ങൾക്കില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയില്ല, വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ദാഹം പൂർണ്ണമായിട്ട് മാറുന്നില്ല. അങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലും അവിടെ വലിയ പ്രതിസന്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഹഗായി പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലൂടെ കാണിച്ചു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം, പലപ്പോഴും ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നിടത്താണെങ്കിൽ, ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ദൈവം നൽകിയ ദൗത്യങ്ങളെ നമ്മൾ മറന്നു പോകുന്നത്.
യോനായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നിനിവ മിഷൻ എന്ന് നമുക്ക് പറയാം. നിനിവയ്ക്കൊരു മിഷൻ, അല്ലെങ്കിൽ ദൈവം നിനിവയുടെ മേൽ വരുത്താൻ പോകുന്ന വലിയ ഒരു ദുരന്തം, വലിയ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം യോനായോട് പറയുന്നുണ്ട്, നീ നിനിവയിലേക്ക് ചെന്ന് ആ നഗരത്തിനെതിരെ പ്രസംഗിക്കുക. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവദാസനായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായ യോന ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ ഈ നിനിവ പട്ടണത്തിലേക്ക് കടന്നു എന്ന് ദൈവത്തിൻ്റെ വചനം അതേപടി പറഞ്ഞാൽ എൻ്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. കാരണം ആ ദേശത്തെ ആളുകൾ ക്രൂരന്മാരാണ്, ദുഷ്ടന്മാരാണ്, അതുകൊണ്ട് തന്നെ എന്നെ വെച്ചേക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് യോന ദൈവത്തിൻ്റെ ആ വചനം സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല. അവൻ നേരെ മറിച്ച് അവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിനിവയിലേക്ക് പോകേണ്ട യോന തർശീശിലേക്ക് കപ്പൽ കയറി. പ്രിയപ്പെട്ടവരെ, ദൈവവുമായുള്ള ഒരു ബന്ധം അത് തകർന്നുപോയി. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തോടുള്ള ബന്ധം തകരാനുള്ള കാരണം ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവിടെ ഒരു പോരായ്മ സംഭവിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്ത് കാര്യമാണ് ഏൽപ്പിച്ചത്, എന്തിനു വേണ്ടിയാണ് തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചത്, ദൈവത്തിൻ്റെ മനസ്സെന്തായിരുന്നു എന്ന് യോന അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ആ ദൗത്യം പൂർണ്ണമായും സ്വീകരിച്ചേനെ. നമ്മളിങ്ങനെ ചിന്തിക്കുക. ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കൽ എൻ്റെ കാലഘട്ടത്തിൽ ഞാനും എൻ്റെ ഇരട്ട സഹോദരിയും 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ 1-ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് സ്കൂളിലേക്ക് പോവുക. ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ അമ്മയാണ്. ഞങ്ങൾ താമസിക്കുന്ന ആ വീടിനടുത്ത് ഞങ്ങൾ നടന്നു പോകുന്ന പാത വളരെ ചെറിയൊരു പാതയാണ്. തൊട്ടടുത്ത് തോടാണ്. തോടിൻ്റെ സൈഡിലുള്ള ബണ്ടിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തോടിൻ്റെ അക്കരെ ഉള്ള വീട്ടിൽ ഞങ്ങളുടെ സെയിം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെ നോക്കി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവരെയും കണ്ടു. അവരെയും വിളിച്ച് സംസാരിച്ചുകൊണ്ടാണ് എൻ്റെ ഇളയ പെങ്ങൾ മുമ്പിൽ യാത്ര തുടരുന്നത്. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ കാല് തെറ്റി വെള്ളത്തിലേക്ക് വീഴാൻ ഇടയായി തീർന്നു. ഞാനാകെ പകച്ചു നിൽക്കുന്നു. പെട്ടെന്ന് നീന്തലറിയാത്ത എൻ്റെ അമ്മ ചാടി ആ കുഞ്ഞിനെ എടുത്ത് കരയിലേക്ക് വെച്ചു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വച്ചത് അമ്മയ്ക്ക് നീന്തൽ അറിയില്ല, ആഴമുള്ള തോടാണ്. എങ്കിലും തൻ്റെ കുഞ്ഞാണ് വെള്ളത്തിൽ വീണതെന്ന് അറിഞ്ഞപ്പോൾ ആ അമ്മ ഒന്നും ചിന്തിക്കാതെ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ബാലിശമായ ഒരു കാര്യമായിട്ട് ചിന്തിക്കാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, തൻ്റെ കുഞ്ഞിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല എന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കാൻ ആ അമ്മയും കൂടെ ചാടി. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള അമിതമായ സ്നേഹമാകാം ഒരുപക്ഷെ അങ്ങനെ ആ ചാട്ടത്തിന്, അല്ലെങ്കിൽ ആ മറ്റൊന്നും ചിന്തിക്കാതെ വെള്ളത്തിലേക്ക് ചാടാൻ കാരണമായെങ്കിൽ നമ്മൾ ഓർക്കുക, ദൈവം ഒരു കൂട്ടം ആളുകൾ നശിക്കുന്നത് കണ്ടിട്ട് മനപ്രയാസപ്പെട്ടിട്ടാണ് യോനായോട് പറയുന്നത്, യോന, നീ പോയി നിനിവയ്ക്കെതിരെ പ്രസംഗിക്കുക, നിങ്ങളുടെ ദുഷ്ടത സ്വർഗത്തിലെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്തിയ ദുഷ്ടത മൂലം ദൈവം സങ്കടപ്പെട്ടപ്പോൾ തൻ്റെ സങ്കടം വെളിപ്പെടുത്തിയതാണ് പ്രവാചകനിലൂടെ. പ്രിയപ്പെട്ടവരെ, ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവയായ ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് തൻ്റെ ഹിതം നിറവേറ്റാതെ, തൻ്റെ രഹസ്യങ്ങൾ നിറവേറ്റാതെ ഒന്നും ചെയ്യുന്നില്ല. ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ദാസന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, യോനായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുത്തു. ഇതാ നിനിവ പട്ടണം നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക, അവരെ ഇങ്ങനെ കയറൂറി വിട്ടാൽ അവർ നശിക്കും, അതുകൊണ്ട് നീ അവർക്കെതിരെ പ്രസംഗിക്കണം, അവർ മാനസാന്തരപ്പെട്ടാൽ അവർ എൻ്റെ സ്വന്തമായി തീരും, അല്ലെങ്കിൽ ആ ജനം മുഴുവനും നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടമാണ് ദൈവം അവിടെ വിളിച്ചു പറയുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് നമ്മൾ പലപ്പോഴും പാപജീവിതത്തിലേക്കൊക്കെ വഴിതെറ്റിപ്പോവുക. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയം നശിച്ചു കിടക്കുകയാണ്, നമ്മുടെ ആത്മീയ ജീവിതം നശിച്ചു കിടക്കുകയാണ്. എന്നിട്ടും പലപ്പോഴും നമ്മൾ ഓടുന്നത് നമ്മുടെ ലൗകിക മേഖല വർദ്ധിപ്പിക്കുവാൻ, മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരക്കം പായുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകൻ ചിന്തിച്ചു, ഞാൻ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയാൽ എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കടന്നു വരും. എൻ്റെ സ്വന്തം സുരക്ഷിതത്വം നേടിയെടുക്കാൻ വേണ്ടിയാണ് യോന തർശീശിലേക്ക് കപ്പൽ കയറിയത്. പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കാം. എൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി എൻ്റെ ആത്മീയ മേഖലകളെ എത്രമാത്രം ഞാൻ പരിഗണിച്ചിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ ഞാൻ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് കൊറോണ കാലഘട്ടമാണ്. പണ്ട് ദേവാലയത്തിൽ പോകണമെന്ന് പറഞ്ഞ മാതാപിതാക്കൾ പോലും ഇപ്പം പറയും, ഇപ്പോൾ ഓൺലൈനിലൂടെ വിശുദ്ധ കുർബാന പങ്കെടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടിരുന്ന് വീടുകളിലൊക്കെ കുർബാനയിൽ പങ്കെടുക്കും.
പണ്ട് ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ കിട്ടിയിരുന്ന ആ ഒരു സ്നേഹ, ആ ഒരു അഭിഷേകം, അല്ലെങ്കിൽ ആ ഒരു കൃപ നമ്മൾ ഇപ്പോൾ ലഭ്യമാകാതെ ഭവനത്തിലിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യം കൊണ്ട് പൊരുത്തപ്പെടാനായിട്ട് നമ്മളൊക്കെയും പഠിച്ചു പോയിട്ടുണ്ട്. നമുക്കിത് മതി. ഇപ്പോൾ നമ്മുടെ ആഗ്രഹം വീട്ടിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ ഇരുന്ന് കുർബാന കൂടാം, വീട്ടിൽ ഇരുന്ന് വചനം കേൾക്കാം, അതാണ് മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാം മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരിച്ച് ചിന്തിക്കേണ്ട കാലമായി. എൻ്റെ മനോഭാവം മാറ്റേണ്ട കാലഘട്ടമായി. ഞാൻ പഴയതുപോലെ എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച ഇന്ന് ആർക്കും അറിയത്തില്ലാത്തൊരു ദിവസമായി. കാരണം ഇപ്പം എല്ലാ ദിവസവും മറ്റ് പ്രവൃത്തി ദിവസം പോലെയായി ഞായറാഴ്ചയും ജോലി ചെയ്യുന്നു. വീട്ടിലിരുന്ന് വർക്ക് അറ്റ് ഹോം ആയതുകൊണ്ട് ഞായറാഴ്ചയും ജോലി ചെയ്യുന്നു, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥനയില്ല. ഏതെങ്കിലും സമയത്ത് കുർബാന, ഏതെങ്കിലും ഒരു ലൈവിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് കുറച്ചു നേരം ഏതെങ്കിലും വചനപ്രഘോഷണം കേൾക്കാം. അതിലേക്ക് നമ്മളെല്ലാം ചുരുങ്ങിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുക. കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റ് പലതിനും കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടത്തിൻ്റെ അനുഭവങ്ങളൊക്കെയും കടന്നു വരും. പ്രിയപ്പെട്ടവരെ, വചനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തുവാനായിട്ട് ഇടയാകണം. ക്രിസ്തുവാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ ഈ ഉലകിൽ യേശു മാത്രമാണ് എൻ്റെ സമ്പത്തെന്ന് വിളിച്ചു പറയുവാൻ നമുക്ക് ഇടയാകട്ടെ. ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തുവാൻ, ക്രിസ്തു എൻ്റെ സമ്പത്താണെന്ന് വിളിച്ചു പറയുവാൻ, ക്രിസ്തുവിൽ എൻ്റെ മനസ്സ് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അവൻ്റെ ഇഷ്ടം നമുക്ക് തേടാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 13 വചനങ്ങളിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞവരാണ്. ക്രിസ്തുവിൻ്റെ മനസ്സറിയുവാനായിട്ട് നമുക്കിടയാകട്ടെ. നമ്മളെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവിൽ സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് പൂർണ്ണമായിട്ട് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ടു, ഇതാ കർത്താവിൻ്റെ ഭവനം തകർന്നു കിടക്കുമ്പോൾ മച്ചിട്ട മന്ദിരങ്ങളിലാണ് ഇസ്രായേൽ ജനം വസിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ മേഖല തകർന്നു കിടക്കുമ്പോൾ നമ്മുടെ ഭൗതിക മേഖലയുടെ പിന്നാലെ നമ്മൾ പരക്കം പായാറുണ്ട്. ഒരു വചനം, യെശയ്യാപ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 13-ാം വചനം, ഹൃദയം എന്നിൽ നിന്ന് അകലെയാണെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അധരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോഴും ഹൃദയത്തിൽ ക്രിസ്തുവില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ട, ഒരു ചെറിയൊരു കഥ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു കഥാകൃത്ത് പറഞ്ഞതാണ്. ദൈവവും സാത്താനും തമ്മിൽ ഒരു യാത്ര ഇങ്ങനെ നടത്തുകയാണ്. അവരിങ്ങനെ ദൈവവും സാത്താനും ഇങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ ആകാശം വിധാനത്തിലൂടെയാണ് അവർ യാത്ര പുറപ്പെടുന്നത്. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഓരോരോ കാര്യങ്ങൾ സാത്താനോട് ചോദിക്കുന്നുണ്ട്. അതിരാവിലെയാണ് ഇവർ യാത്ര പുറപ്പെടുന്നത്. ഭൂമിയിലേക്ക് നോക്കിയിട്ട് മനോഹരമായ ദേവാലയങ്ങൾ കണ്ടിട്ട് ദൈവം പറയുന്നു, ഇതാ സാത്താനെ നീ നോക്കുക, ഭൂമിയിൽ എത്ര മനോഹരമായ ദേവാലയങ്ങൾ, എൻ്റെ നാമമഹത്വത്തിന് വേണ്ടി എൻ്റെ മക്കൾ കഷ്ടപ്പെട്ട് ഉയർത്തിയ ദേവാലയങ്ങളാണിത്. നിനക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അപ്പോൾ സാത്താൻ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, നിൻ്റെ മക്കൾ കഷ്ടപ്പെട്ട് പണിത മനോഹരമായ ദേവാലയങ്ങൾ കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ദേവാലയത്തിൽ ആരാധിക്കുവാനായി ജനം ഇതാ കടന്നു പോകുന്നു. കൂട്ടം കൂട്ടമായ ആളുകൾ ദേവാലയത്തിലേക്ക് പോകുന്നു. ദേവാലയത്തിൽ മണിനാദം ഉയരുന്നു. ഇത് കണ്ടപ്പോൾ ദൈവത്തിന് ഒത്തിരി സന്തോഷമായി. ദൈവം സാത്താനോട് ചോദിക്കുന്നുണ്ട്, സാത്താനെ നീ കണ്ടോ? എൻ്റെ മക്കൾ എന്നെ ആരാധിക്കാൻ തക്കവണ്ണം അവർ ദേവാലയത്തിലേക്ക് പോകുന്നു. സാത്താൻ പറഞ്ഞു, ശരിയാണ് ദൈവമേ, അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. ഇതാ നിൻ്റെ മക്കൾ നിനക്ക് വേണ്ടി നിർമ്മിച്ചതായ ദേവാലയത്തിൽ അത് നിന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം അവർ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇതാ ദേവാലയത്തിൽ നിന്ന് മനോഹരമായ ഗാനങ്ങൾ ഉയരുന്നു, പ്രാർത്ഥനകൾ ഉയരുന്നു. വീണ്ടും ദൈവത്തിന് സന്തോഷമായി. ദൈവം പറഞ്ഞു, സാത്താൻ നീ കേൾക്കുക, എൻ്റെ മക്കൾ ഏറെ സന്തോഷത്തോടുകൂടെ എന്നെ ആരാധിക്കുന്നത് നീ കണ്ടില്ലേ? അതിനും മറുപടി എന്നോണം സാത്താൻ പറഞ്ഞു, ശരിയാണ്, നിൻ്റെ മക്കൾ നിന്നെ ആരാധിക്കുന്നത് മധുരമായ ഗാനങ്ങളിലൂടെയാണ്, പ്രാർത്ഥനകളിലൂടെയാണ്. തിരിച്ച് സാത്താൻ ദൈവത്തോടൊരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്, ദൈവമേ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്, നിൻ്റെ മക്കളാണ് നിന്നെ ആരാധിക്കാൻ വേണ്ടി അവർ നിർമ്മിച്ചതായ ദേവാലയമാണ്, അവർ നിന്നെ ആരാധനാ ഗാനങ്ങളിലൂടെ പാടി മഹത്വപ്പെടുത്തുന്നു, എന്നാൽ അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നത് നീയാണോ എന്നൊന്ന് നോക്കണം എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ദൈവം ആകെ ഒന്ന് സ്തബ്ധനായതിനു ശേഷം അവരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിയെന്നാണ് പറയുന്നത്. ഓരോ ഹൃദയങ്ങളിലേക്കും ദൈവം മാറി മാറി നോക്കുമ്പോൾ അവിടെയൊന്നും ദൈവത്തിന് സ്ഥാനം ലഭിച്ചില്ല. ദൈവം ഒത്തിരി സങ്കടപ്പെട്ടു എന്നാണ് ആ കഥാകൃത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന്
തിരിഞ്ഞു നോക്കേണ്ടത് അവസ്ഥയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവാണ് വസിക്കുന്നത്. എൻ്റെ ആത്മീയ മേഖലകളെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? പുറമേ എല്ലാം ചെയ്യുന്നുണ്ട്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വചനം നമുക്ക് ചേർന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-4 തിരുവചനത്തിൽ, എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡീക മനുഷ്യർ തന്നെ, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ പക്ഷക്കാരനും അപ്പൊലോസിൻ്റെ പക്ഷക്കാരനും കീപ്പായുടെ പക്ഷക്കാരനും എന്ന് ജനം പരസ്പരം വിളിച്ചു പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ജഡീക മനുഷ്യരാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, നീ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനാകണം, ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നവനാകണം, ക്രിസ്തുവിന് വേണ്ടി നീ ജീവിക്കണം, നിൻ്റെ ആത്മീയ മേഖല പുഷ്ടിപ്പെടുത്തണം, നിൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം നീ ഒന്ന് വിളക്കി ചേർക്കണം. എവിടെയൊക്കെയോ പൊട്ടിപ്പോയിട്ടുണ്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നീ അകന്നു പോയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം അതിൻ്റെ 2-3 വചനങ്ങളിൽ പറയുന്നുണ്ട്, നിന്റെ പാപങ്ങളാണ് ദൈവത്തെ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം, ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിപ്പോയ ആ വിള്ളലിനെ, ആ പൊട്ടിപ്പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിളക്കി ചേർക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അതിന് പൂർണ്ണമായി നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ മുൻഗണനകൾ, ആത്മീയ ജീവിതം ബലപ്പെടുത്തുക എന്ന മുൻഗണന, അത് കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ, കൂടുതൽ ദൈവവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് ഇടയാകത്തീരട്ടെ. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിത ലക്ഷ്യം മാറിപ്പോയി. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നുണ്ട്, നിത്യജീവിതത്തിന് വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ലക്ഷ്യം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാനുള്ള ആഗ്രഹങ്ങളായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യത്തേക്കല്ല, സ്വർഗരാജ്യത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക്, നിത്യജീവിതത്തിലേക്ക് നീങ്ങുവാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കാം. ആത്മീയ മേഖല ശക്തിപ്പെടുത്താം. പരിശുദ്ധ കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കൂദാശ അനുഭവത്തിലൂടെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാം. വചനം വായിക്കാം, വചനം ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലയളവിൽ യുവതലമുറ പാപത്തിലേക്ക് ഒക്കെ വഴിതെറ്റി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണുനീരോടെ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. തലമുറകൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് ഇടയായിത്തീരണം. അനേകം മക്കൾ പാപത്തിലേക്ക് ആണ്ടുപോകുമ്പോൾ അവരെക്കുറിച്ച് കുറ്റം പറയാതെ അവരെ ഓർത്ത് ദൈവകരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമില്ല, ക്രിസ്തുവില്ലാത്ത മക്കളായി തീരാനല്ല, ക്രിസ്തു ഉള്ളവരായി തീരാൻ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ആത്മീയ ഭവനങ്ങൾ പണിയാം. നമ്മുടെ ഹൃദയത്തിൽ ആത്മീയ മേഖല ശക്തിപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 25-27 വചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ നിർമ്മലരാക്കും, പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ നിക്ഷേപിക്കും, ശിലാഹൃദയം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി പകരം മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് വെച്ചുപിടിപ്പിക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, തകർന്നു കിടക്കുന്ന നിൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുക, പരിശുദ്ധാത്മാവിന് സഹായം തേടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഹൃദയം വെച്ച് പിടിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നീ ആരായിരുന്നു എന്നല്ല, ഈ നിമിഷം വരെ നീ ആരായിരുന്നു എന്നല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ ആ നിമിഷം തൊട്ട് അവൻ പുതിയ വ്യക്തിത്വമാണ്, പുതിയ അനുഭവമാണ് അവൻ്റെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവിനെ നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുവാൻ നമുക്ക് പൂർണ്ണമായി ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ തകർന്നിരിക്കുന്ന ആത്മീയ മേഖലകളെ അങ്ങ് കടന്നു വന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ തകർച്ചകളെല്ലാം എടുത്തു മാറ്റി കൂടുതൽ ശക്തിയായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച്
ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ തകർക്കപ്പെട്ട എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മേഖലകളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശിലാഹൃദയത്തെ എടുത്ത് മാറ്റി മാംസലമായ ഹൃദയം വെച്ച് പിടിപ്പിക്കണമേ. അമ്മേ മാതാവേ, ശുദ്ധന്മാരെ ശുദ്ധിമതികളെ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.